ഇത് നമ്മുടെ ഡയറക്ടർ അഖില സായൂജ്. അഖിലയായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അഖില ഇതിനു മുമ്പ് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിനു മുമ്പ് ഏത് വർക്കാണ് ചെയ്തേക്കണം? ഷോർട്ട് ഫിലിംസ് ആണ്. സിനിമയിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ. നമ്മൾ ഈ പ്രോജക്റ്റ് ഉണ്ടാകുന്നത് രസ മൂവീസിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കാനുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു. ഒരു 15 മിനിറ്റ്സ് മാക്സിമം 20 മിനിറ്റ്സ് വരുന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ്. അതൊരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി ആയിരുന്നു. അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വളരെ ഭംഗിയായിട്ട് അതിൻ്റെ എന്താ പറയുക ഷൂട്ടും കാര്യങ്ങളൊക്കെ പോയി. അതിലേറ്റവും എടുത്തു പറയാനുള്ളത് നല്ലൊരു എന്താ പറയുക ആർട്ടിസ്റ്റ് റൂം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സ്ട്രെങ്ത്താണ്. നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടാന്ന് പറയുമ്പോഴാണ് നമ്മുടെ സ്റ്റോറി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേസിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ലീഡ് ചെയ്യുന്നത് സക്രിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആള് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണമല്ലോ, ആള് വളരെ മനോഹരമായിട്ട് നമ്മൾ പറയുന്ന ഒരു ക്യാരക്ടർ ക്യാപ്ചറിങ് ആണെങ്കിലും അത് ചെയ്തു തന്ന രീതിയാണെങ്കിലും അതിനെ ആൾ ഡൈജസ്റ്റ് ചെയ്തെടുത്ത രീതിയാണെങ്കിലും കൺസീവ് ചെയ്തതൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. അതുപോലെ മകനായിട്ട് ചെയ്തത് ആദിത് എന്ന് പറയുന്നൊരു പയ്യനാണ്. അവനും സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പേഴ്സണലി ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇവരെയൊക്കെ എനിക്ക് കൂടി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ഒരു ജേർണി ആയിരുന്നു അത്. ഞാനിത് പരിചയപ്പെട്ട തന്നെ പ്രതിഭ ട്യൂട്ടോറിയൽ അവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മൾ ഈ പ്രൊജക്റ്റ് വേറൊരാള് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഹാൻഡ് ഓവറിന് ആണ് ഇവരെ പരിചയപ്പെടുന്നത്. ആദ്യം വേറൊരു ടീമിൻ്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവർ വന്നു, ഇവരിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ പറയുന്ന മാതിരി രാജമാസ് അങ്ങനത്തെ ഞാൻ സാറിനാണ് വിളിക്കല്. രാജമാസ് പുള്ളിയാണ് ആ സിനിമയുടെ ഓൾ ഇൻ ഓൾ. അതേമാതിരി തന്നെ പിന്നെ തിരിച്ച് നമ്മൾ 2-3 വർഷമായി. ആ വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെട്ടത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി, ഒരു സിനിമയുടെ ത്രെഡ് പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. അതങ്ങനെ നടക്കുന്നുണ്ട്, വഴിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ഡയറക്ടർ അഖിലേനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവർ ചെയ്തൊരു വർക്ക് അവർക്ക് പ്രിവ്യൂ ആയിട്ട് കാണിച്ചതിന് ശേഷം അവരോട് താല്പര്യം വന്നു. തീർച്ചയായിട്ടും നമ്മൾ സിനിമയിലേക്കാണ് പോകുന്നത്. നമ്മൾ സിനിമ ചെയ്യാനുള്ള പരിപാടി. അതെ, ഓക്കെ. അപ്പോ ആദ്യത്താണ് നമ്മുടെ തോറ്റം മൂവിയില് പ്രധാന വേഷം തന്നെ പറയാം. സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹമാണ്. നമ്മുടെ സക്രിയയുടെ മോന്റെ വേഷമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പ്രേക്ഷകൻ കണ്ടറിയില്ല. നല്ലൊരു തീമുള്ള ഒരു നല്ല സ്റ്റോറി കേട്ടപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് തോന്നി. രസ മൂവീസിന്റെ ബാനറിൽ ട്രാക്ക് ആൻഡ് റോളിൽ റിലീസ് ചെയ്യത്തക്ക രീതിയിലൊരു ഷോർട്ട് മൂവിയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മലയിൽ സ്റ്റുഡിയോയിലാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഇവരുടെ വർക്ക് കംഫർട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ചെറിയ സീൻ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിനകത്ത് ഈ തോറ്റം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അഖില സായി എന്ന് പറഞ്ഞൊരു ലേഡി ഡയറക്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. പിന്നെ രാഹുൽ ശിവമലയാണ് ക്യാമറ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു അപ്പൻ മകൻ ബന്ധമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് മോനായിട്ട് അഭിനയിക്കുന്നത് ആദിത്യ എന്ന് പറഞ്ഞ പയ്യനാണ്. നന്നായിട്ട് നമ്മുടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പം കാണുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ട്രാക്ക് ആൻഡ് റോൾ ചെയ്യുന്ന ചാനലിൽ കൂടെ തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുക. നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഒരുപാട് സിനിമകളും ഒരുപാട് ഭയങ്കര സംഭവങ്ങൾ ചെയ്തെന്നല്ല, എന്നാലും ചെയ്തത് വെച്ച് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടും ഏറ്റവും നന്നായിട്ടും, അതായത് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട് എനിക്ക്. ചെയ്തിട്ടുണ്ട്. അത് കാണുന്നവരാണ് പറയുന്നത് ഞാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ തന്നെ സ്വയം വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഇതിപ്പോ നമുക്ക് ഏറ്റവും വലിയ വെച്ചാൽ നമുക്ക് റിസ്ക് ഇല്ലാതെ ഇവര് തന്നെ കംപ്ലീറ്റ് ഒന്നിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചൊരു കംപ്ലീറ്റ് ആർട്ട് വർക്ക് അവർ തന്നെയാണ് ചെയ്യണത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ട്രാക്ക് ആൻഡ് റോളിൽ കൂടെ നിങ്ങളുടെ താങ്ക് യു. ഇത് CM ജോർജ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് വർക്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഞങ്ങൾ അസോസിയേറ്റ് ഉണ്ട്. തഗ് എന്ന് പറയുന്ന സിനിമ അടക്കം കുറെ അധികം ഷോർട്ട് മൂവികൾ എണ്ണാൻ പറ്റില്ല അല്ലേ ജോർജ് ചേട്ടാ? കുറെ ചെയ്ത് നമ്മൾ. അപ്പോൾ ഇതില് നമ്മളിപ്പോ ചെയ്യുന്ന തോറ്റം എന്ന് പറയുന്ന ഷോർട്ട് മൂവിയിലും ഒരു ഡോക്ടറുടെ വേഷം പ്രത്യേകം പറയണം. ഡോക്ടർക്ക് തീർപ്പുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയുടെ ട്രെയിനിങ്ങിലേക്ക് വരുന്ന ഒരു ഡോക്ടറുടെ വേഷമാണ് ഇതിൽ. ജോർജ് ചേട്ടൻ ഒന്ന് സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ജോർജ്, തൃശ്ശൂരാണ് വീട്, വടക്കാഞ്ചേരി. ഞാൻ ഈ കാരങ്ങൽ
സിനിമയിലേക്ക് വന്നത് നാടകങ്ങളിലൂടെയാണ്. അതിനുശേഷം ഞാൻ സിനിമകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങൾ. തഗ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് നമ്മൾ ഒരു യുവാക്ക് വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് അത് പലതും റിലീസാവാനുണ്ട്. ഇപ്പം ഈ റിലീസ് നമ്മളിപ്പോ ചെയ്ത സേവയും നമ്മളിതിൽ റിലീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ട്രാക്ക് ആൻഡ് റോളിൽ കൂടി തന്നെ ഓഗസ്റ്റിൽ 2-3 പടങ്ങളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമയിലും ഷോർട്ട് മൂവിയിലുമായിട്ട് അഭിനയമാണ് ജോർജേട്ടൻ്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. തൃശ്ശൂരാണ് സ്വദേശം പറഞ്ഞു. അപ്പം ഇത് ഞങ്ങളിപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വർക്കും തുടർന്ന് വരുന്ന സിനിമകളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു ജോർജേട്ടാ.